ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും സ്വീകരിച്ചു കേട്ടോ. ഇന്ന് ഞാനൊരു ആണോ? ഇവന് തരില്ല. വേണ്ട, മനസ്സിലായി. പറഞ്ഞു വരുമ്പോ തന്നെ എനിക്ക് അതിന്റെ പൊരുട് മനസ്സിലായി. ഇതാണ് ഉദ്ദേശിക്കണത് അമ്മ. പറഞ്ഞില്ലല്ലോ അമ്മ. ഇത് എവിടെയാണമ്മ? പിന്നെ നാളികേരം, കാന്താരി മുളകും, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി. അത് കാന്താരി മുളക് നമ്മുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ പറയുക, നമ്മുടെ എത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചല്ല എടുക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനൊരു 4 ചെറിയ കാന്താരി മുളകും, പിന്നെ എനിക്ക് ഇത്തിരി എരിവൊക്കെ വേണം. അപ്പോൾ ഒരു 3 ചെറിയുള്ളി, 2 ഇതള് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുണ്ട്. ഒന്ന് ചതക്കുക, ഒരുപാടൊന്നും ചതക്കണ്ട, ഒന്നിങ്ങനെ ഒതുക്കിയിരിക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ്. പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, 2 മണി അരി പച്ചരി, പിന്നെ ചെറിയുള്ളി, ഉണക്കമുളക്, കടുക്, എണ്ണ, ഉപ്പ്. ശരിക്കും പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ടേന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് അല്ലേ? തീരെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവം. നല്ല കാര്യമല്ലേ? അപ്പോൾ എണ്ണ ചൂടായ ഒരുപാട് പണിപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ? പെട്ടെന്നാവേണ്ടതാണ്. അപ്പോൾ അതാ കടുക് ഇട്ടു. കടുക് എന്താവണം? ദൂരെ മാറി നിന്നോ. കടുക് പൊട്ടിത്തെറിക്കണം. എന്നിട്ട് എണ്ണ കുറ്റം പറയരുത് കേട്ടാ. കടുക് ഒന്ന് പൊട്ടണം. അതിന് ശേഷം അത് പൊട്ടി. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, 2 മണി അരി എല്ലാം കൂടിയിട്ട് ഒരു സ്പൂണുണ്ട്. അത് വെക്കുക. അതെന്താ അറിയോ, ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കാൻ നിൽക്കില്ല. അപ്പൊ എനിക്ക് ഇതിന്റെ ഗുണം ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി പറയാറിയില്ല. കൂട്ടി നോക്കണേ. ഇത് പിന്നെ അച്ഛനും കൂട്ടുന്നുണ്ട് കുറച്ചൊക്കെ, കുഴപ്പമില്ല. ഇതാ ഇനി ഉണക്കമുളക് ഇട്ടുണ്ട്. ഉണക്കമുളക് ഇട്ടു. ഇതാ ഉള്ളി നമ്മൾ അതിലും കുറച്ച് ഇട്ടുണ്ടല്ലോ, അങ്ങോട്ട് ഇട്ടാൽ മതി. കൂടുതൽ അതിൻ്റെ ആവശ്യമില്ല അല്ലേ? ഇനി നമുക്ക് ഈ ഇലയിലേക്ക് ഒക്കെ വേണ്ട ഇത്തിരി വെച്ച് കുറച്ച് വേണ്ട വെച്ച് ഇല തിന്നില്ലേ, പച്ചത്തെ വേണ്ടൊക്കെ നോക്കിയിട്ട് ഇനി ഇതാ ഇത് വെച്ചു. ഇത് പെട്ടെന്നാവും, വലിയ സമയമൊന്നുമില്ല. നമുക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? പണ്ട് ഈ അരച്ചില്ലേ, ഇങ്ങനെ നടുവിലങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക. ഇത് നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോൾ പൊതിഞ്ഞ് വെക്കുക. അപ്പം അരച്ചിൻ്റെ പച്ചമുളകും അരച്ചിട്ട് മുരിങ്ങയില് വെന്തിട്ട് എനിക്കിതിൻ്റെ ഗുണം ടേസ്റ്റൊന്നും അറിയില്ല. അമ്മയ്ക്ക് തൊണ്ടവേദന മൊത്തത്തിൽ മാറിയോ? അല്ല, കുറച്ചുണ്ട്. എനിക്ക് നല്ലപോലെ ഉണ്ട്. എനിക്കുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അടക്കി വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടെങ്കിൽ ഇല വേഗം വേവും. ഇപ്പോൾ ഞാനത് ചോദ്യം ചോദിക്കാം. നമ്മളിപ്പോൾ തകർന്നിരിക്കുന്ന ഒരു സമയം എന്ന് വിചാരിക്കുക. തകർന്നിരിക്കുന്ന സമയം സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും വരുമല്ലോ ഒരു വട്ടം. അപ്പോൾ ഇങ്ങനെ തകർന്നൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത്, ഇനി മുന്നോട്ട് എന്താണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ചുറ്റുവട്ടം മുഴുവൻ നമ്മളോട് പറയാണ് ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്ന സമയത്ത്, അങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ വരികയാണെങ്കിൽ, എല്ലാവരും ജീവിതത്തിൽ ഒരു വട്ടം കടന്നു പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു സാഹചര്യം. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പം അമ്മയാണെങ്കിൽ നൽകുന്നൊരു ഉപദേശം എന്താണ്? ആഹാ, എന്നോടാണ് ചോദിക്കണത്. എനിക്ക് തന്നെ ആരെങ്കിലും ഉപദേശം നൽകണം. അപ്പോഴാണ് ഈ ചെക്കൻ വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിച്ച് എന്നെ കൊടുക്കാൻ നിൽക്കുന്നത്. നിന്നെ അടിച്ചിട്ട് ഞാൻ എന്താക്കുന്ന ഒരു പിടികിട്ടില്ല ചേട്ടാ. ഇത് കഴിഞ്ഞിട്ട് നിനക്ക് പൊരിഞ്ഞ അടിയിട്ട് പോനെ. ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം അത് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നിന്നെ ഓടിച്ചിട്ട് തല്ലാൻ. അല്ലെങ്കിൽ എന്തൊക്കെ ചോദ്യം ചെക്കൻ ചോദിക്കണത്? ഇത് മുൻകൂട്ടി ഒന്ന് പറയുക. അത് എന്നാ ചോദ്യം ചോദിക്കുക, അതിന് ഇന്ന രീതിയിലൊരു മറുപടി ഉണ്ടാവും അമ്മേനെ ചോദിച്ചിട്ട് പറയണേ, കുഴപ്പമില്ല.
എന്താ ചോദ്യം? തകർന്നിരിക്കുന്ന സമയം. ഇതിനൊക്കെ ഞാൻ മറുപടി പറയാം. എന്നാ പിന്നെ നിന്റെ അമ്മയായിട്ട് ഞാൻ ഇതിന് മറുപടി പറയാണ്ടിരിക്കാൻ പറ്റുള്ളൂ. അതെന്താ എന്റെ അമ്മയായിട്ട് പറയണത്? ജീവിതാനുഭവം ഇല്ലേ എനിക്ക് ഇത്ര. നിന്റെ അമ്മയില്ലേ ഞാൻ ഒന്നുമില്ല. എത്ര ഓണം അധികം ഉണ്ടാവളാണ് ഞാൻ. ഓണം ഉണ്ടാവലാണോ അമ്മ? അല്ല ഒരു അപ്പൊ റംസാനും ബക്രീദും. ആ ശരിയാണ്, റംസാനും ബക്രീദും ഉണ്ടാവും ഉമ്മ, ക്രിസ്മസും ന്യൂ ഇയറും കഴിച്ചൊരു മമ്മി, നിങ്ങളുടെ അമ്മ. പക്ഷെ അർത്ഥം എല്ലാത്തിനും ഒന്നാണല്ലോ. ആ അപ്പൊ എത്ര അപ്പൊ ഇനി ഏത് അമ്മമാരെ കണ്ടാലും പറയാ നിങ്ങളുടെ അമ്മയല്ലേ, ഒന്നുമില്ല ഓണം കൂടുതലുണ്ടാവില്ലേ പറഞ്ഞാൽ മതി അല്ലേ? എന്താ അമ്മ ഈ പഴഞ്ചൊല്ലൊക്കെ മാറ്റിട്ട് പുതു ചൊല്ലൊക്കെ പറയേണ്ട സമയം കഴിഞ്ഞില്ലേ? ആ എന്തിനാ ദേഷ്യപ്പെടുന്നു പറഞ്ഞാൽ മതി. ആർക്കറിയാ? എനിക്കെങ്ങനെ അറിയാൻ? അതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ മുട്ടിലൊക്കെ ചിലപ്പോ മുറിവ് പറ്റും. എന്നാലും കുട്ടി വേഗം നീട്ടിട്ട് വീണ്ടും നടക്കും. ഇപ്പൊ ശരിക്കും ഒരു കുട്ടി നടന്ന് വീണിട്ടുള്ള മുഖഭാവം അമ്മ അങ്ങനെ ശരിക്കും കാണിച്ചു. അമ്മ എന്തമ്മ എങ്ങനെയൊക്കെ അഭിനയിക്കായിരുന്നു അമ്മയ്ക്ക് നല്ല കാലത്ത്. ആര് കണ്ടിട്ടില്ല അമ്മേനെ, മോശമായി പോയി. എങ്ങനെയാ കുട്ടി നടന്നിട്ട് വീണിട്ട് എങ്ങനെ, അല്ല വീണിട്ട് നിലത്തേക്ക് എങ്ങനെ നോക്കാമ്മ? ആ ഭാവം നന്നായിരുന്നു കേട്ടോ. ഇരിക്കട്ടെ ഇരിക്കട്ടെ. അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ചിരി വന്ന് ചിരിക്കാനും പാടില്ലേ. ആ കുട്ടി എങ്ങനെ വീണിട്ട് നോക്ക? അല്ല എല്ലാ കുട്ടികളും വീണിട്ട് എങ്ങനെ നോക്കിയത്? വീണിട്ട് ആ കുട്ടി നിലത്തേക്ക് നോക്കിയിട്ട് പറയും ഞാൻ അവിടെ തന്നെ കിടക്കണ്ടാവുന്ന കേട്ടത്. ആരും കിടക്കില്ല. എത്ര വീണാലോ മുറിവ് പറ്റിയാലും പിന്നെയും നീട്ടിട്ട് നടക്കണം എന്നുള്ള ഉദ്ദേശം ആ കുട്ടിയുടെ മനസ്സിലും ഉണ്ടാവും. ചെറിയ കുട്ടിയാണെങ്കിലും കൂടി ആ മുറിവൊന്നും അത്. ഞാൻ ചോദിച്ചത് ഈ കുട്ടി എവിടെ നിനക്ക് ഞാൻ പറയാ. അപ്പൊ ആ നമ്മള് വീഴും, എനിക്കും മുറിവ് പറ്റും, എന്നിട്ടും ആ വേദന പോലും സഹിച്ചിട്ട് നടക്കാൻ പഠിച്ചിട്ടാണ് നമ്മൾ ഇത്രയും വലുതാവുന്നത്, നേരെ നടക്കാനാവുന്നത്. അതേപോലെ തന്നെ ഒരു വീഴ്ച സംഭവിച്ചു അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ തകർച്ച സംഭവിച്ചു കഴിഞ്ഞാലേ ആ തകർച്ചയിൽ തന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുന്നോട്ട് ജീവിതമില്ല. അപ്പോ ആ തകർച്ചയിൽ നിന്നെ നീ തന്നെ ഉയർത്തെഴുന്നേൽക്കാൻ നീ ശ്രമിക്കണം. കാരണം ഞാൻ ഇങ്ങനെ ഒരു തകർച്ചയിൽപ്പെട്ടു, എനിക്കിതിൽ നിന്ന് വിജയിക്കണം എന്ന് നിന്റെ ഉള്ളിൽ തോന്നണം. നിനക്കൊരാത്മവിശ്വാസം നിനക്ക് വേണത് നിന്റെ ഉള്ളിൽ നിന്നും വരണം. ഈ ചെറിയ കുട്ടിക്ക് അത് എവിടുന്ന് വരാനമ്മ? ചെറിയ കുട്ടിക്കല്ല, നീ ഇപ്പൊ ചോദിച്ചില്ലേ നമ്മുടെ ജീവിതത്തിൽ. ഓ ഞാൻ ആദ്യം ചോദിച്ചത് ഞാൻ തന്നെ മറന്നുപോയി. ഒരു തകർച്ചയില് ഇനി മുന്നോട്ടില്ല എന്ന് പറയുമ്പോ എന്താ ചെയ്യേണ്ടത്? ആ വീഴ്ചയിൽ നിന്ന് സ്വയം എഴുന്നേറ്റ് എനിക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനാണ് ഇപ്പൊ ഈ കുട്ടിയൊക്കെ വന്നത്. എനിക്ക് ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാൻ പറ്റും എന്ന് സ്വയം തീരുമാനം അവനവനെടുക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവർ പറയുന്നതാണ് നല്ലത്. സ്വയം നമ്മുടെ മനസ്സിൽ നിന്റെ മനസ്സിൽ തോന്നണം, ഞാൻ ഈ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കണം, ഞാൻ വിജയത്തിലെത്തണം, ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവിടെ ഞാൻ എത്തണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ആത്മവിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിനക്ക് വിജയക്കൊടി പാർപ്പിക്കാൻ പറ്റും. കൊടിയൊന്നും പാർപ്പിക്കണ്ട, വിജയിച്ചാൽ മതി. എവിടെ പോയിട്ട് കൊടി പാർപ്പിക്കാനാ? നമ്മുടെ അത് വേണം മനസ്സില്. അതുപോലെ കണ്ടോ, ഏത് പാർട്ടിയുടെ ആയിരിക്കണം നമ്മൾ കൊടി പാർപ്പിക്കേണ്ടത്? എല്ലാരും നമ്മുടെ ആൾക്കാരായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പാർട്ടി ഒരു കാര്യം ചെയ്യുമ്പോ നമുക്ക് വിജയത്തിൽ എത്താൻ എങ്ങനെ കഴിയാന്നറിയോ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ഇന്നലെ നമ്മൾ നാളെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യമില്ലേ, അത് നമ്മൾ എന്ത് വെക്കണം, എന്തിനാ നാളേക്ക് വെക്കണം? അത് നമുക്ക് ഇന്ന് തന്നെ ചെയ്താൽ എന്താ? എന്നാലേ എനിക്ക് ഞാൻ പറയണ മുഴുവൻ മിണ്ടി പോരുത്. അപ്പൊ നാളെ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം നമ്മള് ഇന്ന് തന്നെ ചെയ്യാൻ തുടങ്ങണം. പിന്നെ ഇന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുക. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ? ഈ നിമിഷം അത് ചെയ്യണം. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ? മാത്രമേ വിജയിക്കാൻ. ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഞാൻ ഇന്ന് രാത്രി കടന്നുറങ്ങുകയാണ്, നാളെ രാവിലെ കുളിക്കണമെന്ന് വിചാരിച്ചു ഇന്ന് രാത്രി 12 മണിക്ക് എണിച്ച് കുളിക്കണം എന്നാ പറയണത്? വ്യത്യാസമുണ്ടടാ, വേറെ കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. നീ ഒരു കാര്യത്തിന് പോകണം, അതെനിക്ക് ചെയ്യണം എന്ന് വിചാരിക്കണത് ഈ കുളിക്കുന്നതിന് വ്യത്യാസമില്ല. എനിക്ക് തിങ്കളാഴ്ച ഒരു കാര്യത്തിന് പോകണം വന്നാൽ ഞായറാഴ്ച തന്നെ പോകണം എന്നാണോ പറയണത്? നീ തിങ്കളാഴ്ച പോകേണ്ട കാര്യം ഞായറാഴ്ച നടക്കുന്നുണ്ടെങ്കിൽ അത് ഞായറാഴ്ച പോയി നടത്തണം. എന്തിനാ നടക്കണത്? നമുക്കൊരു വണ്ടി പിടിച്ച് പൊക്കൂടെ? റിസ്ക് എന്തിനാ എടുക്കണേ? ആയിക്കോട്ടെ, അപ്പൊ ബാക്കി പറയൂ. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് വിജയത്തിലെത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഏതാളാണോ ഞാൻ ഈ ചുറ്റോടത്തോടെ കണ്ടിട്ടില്ല? അങ്ങനെയുള്ള ആൾക്കാർ വേണം. അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് ഇപ്പൊ വിജയത്തിലെത്തി.
കിടക്കണം. മനസ്സിലായോ? വിജയത്തെത്തി കടക്കുക, മിക്കവാറും കടക്കുകയൊക്കെ അതുപോലെ പരിശ്രമിച്ചവരാണ്. അവർ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യും, ഈ നിമിഷം ചെയ്യേണ്ട കാര്യം ഈ നിമിഷം ചെയ്യും. അവർക്ക് ജീവിക്കണം എന്നുള്ള ഒരു ചോദ്യം കൂടി എനിക്ക് ബാക്കിയുണ്ട്. ആഗ്രഹം ഉണ്ടാവും. ഒറ്റ ചോദ്യം കൂടി എനിക്ക് ബാക്കിയുണ്ട്. ഞാൻ അമ്മേൻ്റെ അടുത്ത് ഞായറാഴ്ച ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? അത് ഇന്ന് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അന്ന് തന്നെ അമ്മയ്ക്ക് അത് ചെയ്യായിരുന്നില്ലേ? അതൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. അപ്പം അമ്മ പറഞ്ഞു ഇന്ന് എനിക്ക് വയ്യ, ഇനിയൊരു ദിവസം ചെയ്തു തരാ പറഞ്ഞു. അത് തെറ്റല്ലേ? ജീവിതത്തിൽ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ? നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെയാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇന്നതായി തീരണം, നമുക്ക് അതുപോലെ ആവണം, ഇതുപോലെ ആവണം എന്ന് പറഞ്ഞ് നമ്മുടെ ഇരിക്കില്ലേ. പിന്നെ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് പ്രത്യേകിച്ച്. എന്താ അറിയോ, മനുഷ്യന്മാരെന്താ അറിയോ, അവനവന്റെ കാര്യങ്ങൾ നോക്കാണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുറവുകൾ എന്താണ്, കുറ്റങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്, അങ്ങനെക്കാനാണ് കൂടുതൽ ആഗ്രഹം. അപ്പൊ എന്ത് ചെയ്യണം? അതൊക്കെ വിട്ടുകളയണം. അത് അവരവരുടെ ജീവിതമാണ്. അതിൽ നമ്മൾ എത്തി നോക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? അത് നന്മയായാലും തിന്മയായാലും അത് അവർക്കുള്ളതല്ലേ, നമുക്കൊന്നും കിട്ടാനില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കണം? നമ്മുടെ ഉള്ളിൽ എന്താണ് കുറവുകളുള്ളത്, നന്മകളുള്ളത്, കഴിവുകളുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചില്ല. എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുത്ത് അതിൽ നിന്ന് നല്ല ജീവിതം ഉണ്ടാക്കി പടർത്താൻ നോക്കുക. മനസ്സിലായോ? അല്ലാണ്ട് അയ്യോ ഇതെന്താന്ന് പറഞ്ഞിട്ട് ചിലർ കാണാം, എത്രയോ പേരുണ്ട്. അങ്ങനെ ജീവിക്കുന്നതല്ല നല്ലത്. അതുകൊണ്ട് ഒരു അർത്ഥമില്ല. ഇപ്പം നിന്റെ ജീവിതത്തിൽ വേറെ ഒരാൾ എത്തി നോക്കിയിട്ട് നിന്റെ കുറുമകളോ നന്മകളോ കണ്ടുപിടിച്ചിട്ട് അവർക്ക് വല്ല കാര്യമുണ്ടോ? നിന്റെ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ നന്മകളും തിന്മകളും കഴിവുകളും ഒക്കെ അവരുടെ ഉള്ളിലുള്ളത് പുറത്തെടുത്ത് അവരൊരു ജീവിതത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് അവർക്ക് പ്രയോജനമുള്ളൂ. ഇല്ലേ? ഇനി എന്താണ് അറിയാനുണ്ടോ നമുക്ക്? അപ്പം നാളേക്കുള്ള പരിശ്രമങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക. എന്നുവെച്ചാൽ നാളേക്ക് നീട്ടിവെക്കുന്നതൊന്നും നീണ്ടു പോവത്തേ ഉള്ളൂ. പക്ഷെ അതിലൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തിന് ഇന്നത്തെ ഒരു ഊർജ്ജം ഉണ്ടാവും, ഒരു പവർ ഉണ്ടാവും. അത് നാളേക്ക് ചെയ്യുമ്പോൾ അത് പഴങ്കഞ്ഞി പോലെയാവും. പിന്നെ അപ്പം നമ്മൾ വീണ്ടും ചിന്തിക്കും മറ്റന്നേക്ക് ചെയ്യാൻ, ആ മറ്റന്ന പിന്നെ ഒരു മറ്റന്നയാവും. അങ്ങനെ അത് നീണ്ട് പിന്നെ ഒരിക്കലും ആവാത്തൊരു കഥയായി മാറും. അപ്പം ഇന്ന് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യത്തിന് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്ന് തോറ്റാലും അത് ഇന്ന് പരിശ്രമിച്ചാൽ മാത്രമേ ജയിക്കുള്ളൂ. അത് നാളെ നമുക്ക് പരിശ്രമിക്കാമെന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, നാളെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആ ഊർജ്ജം ഒന്ന് കുറഞ്ഞു പോകും. ആ ഊർജ്ജം കുറഞ്ഞു പോകുമ്പോൾ നാളേക്കൊരു മയക്കം വന്ന പോലത്തെ തീരുമാനമായിരിക്കും. നാളെ വേണോ വേണ്ടയോ എന്നൊരു പകുതി ദൂരം പോയിട്ട് ഇന്ന് എനിക്കൊരു മൂടില്ല, അതിൻ്റെ പിറ്റേ ദിവസം ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ അത് നീളി ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമായി മാറും. ഇന്നിപ്പോൾ പോയിട്ട് നടന്നാലും നടന്നില്ലെങ്കിലും തോറ്റാലും വിജയിച്ചാലും നമ്മൾ പ്രയത്നിച്ചു, നമ്മൾ ട്രൈ ചെയ്തു എന്നൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ, അതൊരു സംതൃപ്തി ഉണ്ടാവുമല്ലോ. നമ്മൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് തോറ്റാലും അതിലൊരു സന്തോഷമുണ്ട്. നമ്മൾ പ്രയത്നിക്കാണ്ട് നടക്കാണ്ട് പോയാൽ മാത്രമേ ഒരു ദുഃഖം ഉണ്ടാവുള്ളൂ. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്നൊരു കുറ്റബോധം നമ്മുടെ മനസ്സിനുള്ളിൽ എന്നും ഉണ്ടാവും. അതിൻ്റെ പകരം ഞാൻ പോയി നടന്നില്ല, അത് എനിക്ക് പറ്റാത്തതായിരിക്കും, ഞാൻ വേറൊന്ന് നോക്കാന്നുള്ള തീരുമാനം അന്ന് തന്നെ എടുക്കാൻ നമുക്ക് സാധിക്കും. ദുഃഖിക്കരുത്. അതൊക്കെ അമ്മ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അമ്മ ഇതൊക്കെ പറഞ്ഞായിരുന്നു. അമ്മ ഞായറാഴ്ച എനിക്ക് ബിരിയാണി വേണമെന്ന് വാശി പിടിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇന്നൊരു ദിവസം ഉണ്ടാക്കാ പറഞ്ഞു. ആ ഈ പറഞ്ഞു തരുന്നവർക്ക് അത് പ്രവർത്തിക്കാൻ അറിയണം കേട്ടോ. പിന്നെ ഇതൊരു മഹത്തായ ഒരു ഗുരുക്കളുടെ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഒരാളെ അഡ്വൈസ് ചെയ്യാൻ ആർക്കും സാധിക്കും, പക്ഷെ ആ അഡ്വൈസ് പോലെ നടക്കാനുണ്ടല്ലോ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഉപദേശങ്ങൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ആ ഉപദേശം കൊടുക്കുന്ന പോലെ സ്വയം ആ ഉപദേശത്തെ അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നാണ് മഹാതത്വജ്ഞാനികാരായ ശ്രീ രഞ്ജിത്താനന്ദ സ്വാമിജികൾ പണ്ട് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ഞാൻ ഇതൊക്കെ തന്നെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, മറ്റുള്ളവരുടെ കാര്യങ്ങളല്ല. അവരെ ഉപദേശിക്കാനും പോകണ്ട. നിന്നിലുള്ള കുറവുകളും കഴിവുകളോ എന്തൊക്കെയുള്ളത് ചെന്നി പുറത്തെടുത്ത് നിന്റെ ജീവിതം നോക്കുക. പിന്നെ ഒന്നും കൂടി ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെ എനിക്ക് ഇഡ്ഡലിയും കടല ചമ്മന്തി മതി പറഞ്ഞു. അമ്മ ചപ്പാത്തിയും ദാലും ഉണ്ടാക്കി. തെറ്റാണ്. നീ പറഞ്ഞില്ല? പറഞ്ഞു. എന്ത്? ഞാൻ ഇന്ന് ഇഡ്ഡലി. ഇന്നലെ ഇഡ്ഡലി. ഇല്ല, എനിക്ക് ഒരിക്കലും വെറുപ്പാവില്ല. ഇഡ്ഡലി സാമ്പാർ. ഇന്നലെ രാവിലെ ഇഡ്ഡലി, പിന്നെ മിനിഞ്ഞാന്ന് ദോശ. അപ്പൊ ഇന്ന് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണ്ടേ? അപ്പൊ ഇതെന്തായാലും നമ്മുടെ ഈ പരിപാടി ആയോ? അപ്പോൾ ഇതാവണേന് മുമ്പ് അമ്മ പറഞ്ഞു തന്ന കഥയിൽ തമാശയുടെ പാട്ടിലൂടെ കിടക്കട്ടെ. പക്ഷെ പറഞ്ഞതിൽ നല്ലൊരു തത്വമുണ്ട്. എന്താ അറിയോ? എങ്ങനെയാണ് ഒരു മനുഷ്യൻ
നടക്കുമ്പോൾ വീഴുന്ന ഉറപ്പുണ്ടായിട്ട് ഒരു കുഞ്ഞു കുട്ടി അതെ നടക്കുമ്പോൾ വീഴുമല്ലോ, വീഴുമ്പോൾ ആ കുട്ടിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് വീണിട്ട് ഇത്ര മുറിയായിട്ട് 5 മിനിറ്റ് കരഞ്ഞാൽ എനിക്ക് വീണ്ടും നടക്കണമെന്നൊരു തോന്നൽ ആ കുട്ടിക്ക് വരും പോലെയാണ് തകർച്ചയിൽ നിന്ന് എണീക്കാൻ, അടുത്ത ജീവിതത്തിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ നമുക്ക് തോന്നിയ ആ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാത്ത ബുദ്ധി ഇത്രയും മാത്രമുള്ള കുട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യന് എന്തുകൊണ്ട് തോന്നുന്നില്ല ഈ തകർച്ചയിൽ നമ്മുടെ ജീവിതം. അപ്പൊ ഇത്രയും അത് ശരി, അതിൻ്റെ ഇടയ്ക്ക് ഒരു കോമഡി വിട്ടോ. ശ്രദ്ധിക്കാതെ പോയൊരു ഭയങ്കര ഒരു ടൈം ഇതായി പോയിട്ടോ. അത് ടൈമിംഗ് എന്ന് പറഞ്ഞ ടൈമിങ് എൻ്റെ ദൈവമേ ഭയങ്കരമായി പോയിട്ടോ. ആരും ചെയ്തിട്ടുണ്ടാവില്ല, ജഗതി ശ്രീകുമാർ അല്ലാതെ ഇങ്ങനെ ഒരു ടൈമിങ്സിൽ ആരും ഇങ്ങനെ ഒരു കോമഡി പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണോ തോറ്റത് അവിടെ തന്നെ ജയിക്കണം എന്ന് പറയും പോലെ എവിടെയാണോ വീണത് അവിടെ തന്നെ നടക്കാൻ പഠിക്കണം. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ആരും പഠിപ്പിക്കണം, നമ്മൾ തന്നെ സ്വയം പഠിച്ച പോലെ വീണ കുട്ടികൾക്ക് വേദിക്കരുതെന്ന് അച്ഛനമ്മയും പറയോ, നടക്കരുത് എൻ്റെ കുട്ടി അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും കുട്ടി നടക്കില്ല. അതിന് പകരം വീണാനും കുഴപ്പമില്ല മോനെ നീ നടന്നോ എന്ന് പറഞ്ഞിട്ടല്ലേ പഠിപ്പിക്കണത്. അതുപോലെ തകർച്ചകളിൽ നിന്നും ആദ്യത്തെ പടി എടുത്ത് വെക്കുന്നതാണ് ജീവിതത്തിൽ ഫസ്റ്റ് വിജയം. ജീവിതത്തിൽ ആദ്യത്തെ വിജയം എന്താണെന്ന് പറഞ്ഞാൽ എന്നാണോ ഏത് നിമിഷമാണോ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്താ പറയുക ഒന്നിനും കൊള്ളില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അല്ല ആ ചുറ്റുവട്ടം മുഴുവൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പകുതിയൊക്കെ തോന്നി തുടക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് പ്രയത്നിക്കുന്ന ആ പ്രയത്നം ഉണ്ടല്ലോ, അതന്നെയാണ് വിജയത്തിൻ്റെ ആദ്യപടി അല്ലേ. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് ഞാൻ ദാലുണ്ടാക്കി, ഞാൻ പറഞ്ഞു. അപ്പോൾ അതും ഈ മുരിങ്ങയില തോരനും ഇവർക്ക് പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കും. ഇതന്നെയാണ് ഇന്നത്തെ വിഭവം, വേറെ ഒന്നുമില്ല. ദാലും മുരിങ്ങയില തോരനും പിന്നെ ഓംലെറ്റ് പിന്നെ അച്ചാറും നാരങ്ങ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഓണത്തിന് വെച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അച്ചാറുകളുണ്ടല്ലോ, മാങ്ങയുണ്ട് കടുമാങ്ങയുണ്ട് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഭക്ഷണം. നിങ്ങൾ വരികയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കൂട്ടിത്തരും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ, സ്പെഷ്യൽ. ഓക്കെ ബൈ.